രാഹുൽ ഗാന്ധി തന്നെ അപമാനിച്ചു. ശശി തരൂർ ഇതും പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് നടക്കുകയാണ്. കൊച്ചിയിൽ നടന്ന കോൺഗ്രസിന്റെ മഹാപഞ്ചായത്ത് വേദിയിലാണ് സംഭവം നടന്നതെന്നാണ് ശശി തരൂർ പറയുന്നത്. ഇനി കോൺഗ്രസിൽ തുടരില്ലെന്നും അപമാനം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നാലെ ദില്ലിക്ക് പറന്ന ശശി തരൂർ വിവാദം ആളിക്കത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള നേതാക്കളോട് ശശി തരൂർ ഇക്കാര്യം പരാതി പോലെ പറഞ്ഞിരുന്നു. രാഹുലിനെ കണ്ട കേരളത്തിലെ നേതാക്കൾ ശശി തരൂറിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും രാഹുൽ ഗാന്ധി മൈൻഡാക്കിയില്ല. അവഗണിക്കപ്പെട്ടു എന്ന് ശശി തരൂറിന് തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം തോന്നലാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. തനിക്ക് ലഭിച്ച ലിസ്റ്റിലുണ്ടായിരുന്ന നേതാക്കന്മാരുടെ പേരുകൾ പൂർണ്ണമായും വായിച്ചുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ ലിസ്റ്റിൽ ശശി തരൂറിന്റെ പേരില്ലെങ്കിൽ അതിന് താൻ ഉത്തരവാദിയല്ല എന്ന രാഹുലിന്റെ ഒറ്റ മറുപടിയിലൂടെ ശശി തരൂറിന്റെ വായ അടഞ്ഞുവെന്ന് കാണാൻ സാധിക്കും. ഇത് വിവാദമാക്കി കോൺഗ്രസ് വിടുകയാണോ ലക്ഷ്യമെന്നും ചോദിക്കുന്നവരുണ്ട്. ഒരു മീറ്റിംഗിൽ നേതാക്കന്മാരുടെ പേരുകൾ വായിക്കുമ്പോൾ ചില പേരുകൾ വിട്ടുപോകുന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ അതൊരു ഭൂകമ്പ പ്രശ്നമാക്കി മാറ്റുന്നതിലൂടെ BJP ആണോ തരൂരിന്റെ ലക്ഷ്യമെന്ന ചോദ്യം വീണ്ടും അന്തരീക്ഷത്തിൽ സജീവമാകുന്നുണ്ട്. ഡൽഹിയിൽ നടന്ന ഹൈക്കമാൻഡ് KPCC നിർണായക കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും കണ്ടപ്പോഴും ശശി തരൂർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇരുവരും മൈൻഡ് ചെയ്തിട്ടില്ല എന്നും കാണാൻ സാധിക്കും. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ തന്നെ മനഃപൂർവ്വം അപമാനിച്ചുവെന്ന കടുത്ത വികാരത്തിലാണ് ശശി തരൂർ നിൽക്കുന്നത്. സമയപരിമിതി പറഞ്ഞ് തന്റെ പ്രസംഗം നേരത്തെയാക്കിയെന്നും രാഹുൽ ഗാന്ധി വേദിയിലെത്തിയ ശേഷം മറ്റു നേതാക്കൾക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയപ്പോൾ തന്നെ തഴഞ്ഞുവെന്നുമാണ് ശശി തരൂറിന്റെ പരാതി. ഇതിൽ പ്രതിഷേധിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ശശി തരൂർ തീരുമാനിച്ചതായി ലഭിക്കുന്ന വിവരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് വിളിച്ച ആദ്യ യോഗത്തിൽ തരൂർ പങ്കെടുക്കാതിരുന്നത് ഈ അതൃപ്തിയുടെ ഭാഗമാണെന്നാണ് സൂചന. നേരത്തെ വയനാട് ലക്ഷ്യ ക്യാമ്പിൽ പങ്കെടുത്തതോടെ പാർട്ടിയുമായുള്ള അകൽച്ച കുറഞ്ഞുവെന്ന് കരുതിയിരുന്നെങ്കിലും മഹാപഞ്ചായത്തോടെ കാര്യങ്ങൾ വീണ്ടും പഴയപടിയായി എന്ന് പറയാം. പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം നടത്തില്ലെന്നും നേതൃത്വത്തിന് വിധേയനായിരിക്കുമെന്നും തരൂർ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. പ്രിയങ്ക ഗാന്ധി ഇടപെട്ടതോടെയാണ് ശശി തരൂർ പഴയ കോൺഗ്രസുകാരനായി മടങ്ങിയെത്തിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂരിനെ പോലെ ഒരു നേതാവ് ഇടഞ്ഞു നിൽക്കുന്നത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന ആശങ്ക ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും കാലു പിടിക്കേണ്ട കാര്യമില്ലെന്നും ആവശ്യമെങ്കിൽ ഉൾക്കൊള്ളട്ടെ എന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞതോടെ തരൂർ കോൺഗ്രസ് കൂടാരം വിടാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.